ഹലോ, നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, കഴിഞ്ഞ കുറച്ച് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഇടുന്നത്. അതിന് കാരണം എൻ്റെ കൈക്കൊരു റൈറ്റ് തമ്പിനൊരു സർജറി നടന്നിരുന്നു. പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെയും ഇന്നും ഒക്കെ നമ്മുടെ ടി വി എടുത്ത് തുറന്നു കഴിഞ്ഞാൽ ന്യൂസ് ചാനലുകളിലും ഫേസ്ബുക്കുകളിലും ഒക്കെ വൻ ചർച്ച നടക്കുന്ന ഒരു വൻ പ്രഖ്യാപനങ്ങൾ നമ്മുടെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഇപ്പോൾ കയറിയ പുതിയ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ദിരാ ഗ്യാരണ്ടി സർക്കാരിനെ അധികാരത്തിലേറ്റിയത് തന്നെ ആ ഒരു പ്രഖ്യാപനമായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ ഇത്രയും വോട്ട് അവർക്ക് കിട്ടില്ല, ഇത്രയും സീറ്റ് 100 സീറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ കിട്ടിയത് തന്നെ ഈ ഒരു സൗജന്യ യാത്ര, അതായത് KSRTC ബസ്സിൽ അല്ലെങ്കിൽ അങ്ങോട്ട് വനിതകൾക്ക് എല്ലാവർക്കും അങ്ങോട്ട് സൗജന്യ യാത്ര പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇന്നലെ മുതൽ KSRTCയിലെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര തുടങ്ങി. അതിൻ്റെ പേരിൽ പല പുകിലുകളും നടന്നതാണ്, നമ്മൾ കണ്ടതാണ്. ഒരുപാട് പുകിലുകൾ. ഏത് മോർച്ചയെന്ന് അറിഞ്ഞൂടാ, എന്ത് മോർച്ചയായാലും മഹിളാ മോർച്ച അത് തന്നെയാണ് മഹിളാ മോർച്ച. ഏതോ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലോ സൂപ്പർ ഫാസ്റ്റ് ബസ്സിലോ കയറി അവിടെ ഞങ്ങൾക്ക് സൗജന്യ യാത്ര തന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഉള്ള ബഹളം. ഇതിനെതിരെ പുരുഷന്മാർക്ക് എന്തുകൊണ്ട് സൗജന്യ യാത്ര കൊടുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. സാക്ഷാൽ അങ്ങനെ ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. അതൊരു പ്രമുഖ മാധ്യമങ്ങളുടെ അത്ര കറക്റ്റ് അയാൾ പറഞ്ഞതാണെങ്കിൽ അത് അത്രയും, അതായത് അയാളടക്കം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം വരുന്ന പുരുഷവർഗത്തെ മൊത്തത്തിൽ താറടിച്ച് കാണിച്ച ഒരു പ്രസ്താവനയാണത്. അതായത് പുരുഷന്മാർക്ക് സൗജന്യ യാത്ര കൊടുത്താൽ മിച്ചം വരുന്ന പൈസ അവർ മുഴുവനും വീട്ടിലെത്തില്ല എന്ന്. അതായത് ഇവിടുത്തെ കേരളത്തിലെ പുരുഷന്മാർ മുഴുവനും അങ്ങ് വെള്ളമടിച്ച് മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് അങ്ങ് നടക്കുക. ഇന്നത്തെ കാലത്ത് വെള്ളമടിക്കുന്നതിൽ മറ്റേ കഞ്ചാവടിക്കുന്നതിൽ അല്ലെങ്കിൽ അങ്ങനത്തുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിലോ സ്ത്രീകളും ഒട്ടും പിന്നിലല്ല. അല്ലാതെ നോക്കിയാൽ പോലും സ്ത്രീകൾക്ക് മിച്ചം വരുന്ന പൈസ എടുത്ത് ചിലവാക്കാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങളുള്ളത് സ്ത്രീകൾക്കാണ്. മേക്കപ്പ് സെറ്റ്, മറ്റത് മറിച്ചത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആണുങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും അത്ര നോക്കുന്നില്ല. ഇപ്പം ഞാനൊക്കെയാണ്, എനിക്ക് എൻ്റെ വരുമാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് 16,500 രൂപയാണ്. ഞാനിപ്പോൾ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. താൽക്കാലിക ജീവനക്കാരന് കിട്ടുന്ന, അതായത് സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൽ ഒരു സ്ഥാപനമെന്ന് ഞാൻ പറഞ്ഞില്ല, വെറും 18,500 ബേസിക് സാലറി പറഞ്ഞിട്ട് അതിനകത്ത് PF പിടിച്ച് 16,000 സംതിങ് ആണ് എനിക്ക് കിട്ടുന്നത്. അതിൽ ഒരു 5 മിനിറ്റ് വൈകിയാൽ എനിക്ക് 15 മിനിറ്റോളം എനിക്ക് കട്ടാം. 5 മിനിറ്റ് വൈകിയ അരമണിക്കൂർ, അല്ലെങ്കിൽ 1 മണിക്കൂർ 15 മിനിറ്റ് വൈകിയ എൻ്റെ ഒരു ദിവസത്തെ 1 മണിക്കൂർ കട്ടും. 2 മണിക്കൂർ വൈകിയ പിന്നെ അന്നത്തെ ദിവസം വർക്ക് ചെയ്തില്ല. അതൊക്കെ ശരി, നല്ലതാണ്. കാരണം എല്ലാവരും കറക്റ്റായിട്ട് ജോലിക്ക് വരണം, അത് ശരിയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും കൂട്ടിയിട്ടില്ല. കാലത്തെങ്ങാണ്ടൊരു 6-8-9 വർഷം മുമ്പ് കൂട്ടിയതാണ്. അത് അന്നേരം ആലോചിക്കണം. അത് 18,500 ഇപ്പോഴും. ഇതുവരെ ഇപ്പോൾ 2002 അങ്ങോട്ട് കൂട്ടാൻ അങ്ങോട്ട് തീരുമാനമായെന്നൊക്കെ പറഞ്ഞത് ഞാൻ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കേട്ടിരുന്നു. പക്ഷേ ഇതുവരെയും ഒന്നും ആയിട്ടില്ല. മിനിമം എൻ്റെ അഭിപ്രായത്തിൽ അവിടുത്തെ ചെയ്യുന്ന ജോലിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ബേസിക് സാലറി താൽക്കാലിക ജീവനക്കാർക്ക് പോലും ബേസിക് സാലറി ഒരു 25+ 30 അടുത്ത് കിട്ടണം. എങ്കിലേ നമ്മുടെ നിലവിലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ഒരു വർഷം എക്സ്പീരിയൻസ് കാണിച്ചിട്ട്, ഇപ്പോൾ ഏത് പ്രൈവറ്റ് സ്ഥാപനത്തിലായാലും ഫ്രഷേഴ്സിനെ കൊടുക്കുന്നെങ്കിലും കൂടുതലും അവർ നോക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ആണ്. അതായത് ഏതെങ്കിലും ഒരു അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നതിന് അവിടെ ആ സ്ഥാപനത്തിൽ അതുകൊണ്ട് 9 രൂപ അങ്ങോട്ട് എപ്പോഴും കിട്ടുന്നുള്ളൂ. 9 രൂപയൊക്കെ ആയത് വളരെ തുച്ഛമാണ്. ഒന്നും അല്ല. ഇപ്പം എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് 2,000 രൂപ വേണം മാസം വണ്ടിക്കൂലി. എനിക്ക് കാറും ബൈക്കും ഒന്നുമില്ല. ഞാനൊരു നിർധനനാണ്, സാധാരണക്കാരനാണ്. എനിക്ക് ഒരു ദിവസം വേണ്ടത് 100 രൂപയാണ് വണ്ടിക്കൂലി. KSRTCയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. എൻ്റെ നാട്ടിലൂടെ KSRTC ആണ് കൂടുതലും ഉള്ളത്. അത് മാത്രമല്ല പ്രൈവറ്റ് ബസ്സും ഇല്ല. KSRTC ഓർഡിനറി സർവീസിൽ പോയി കഴിഞ്ഞാൽ എനിക്കത് അവിടെ സ്ഥാപനത്തിന് മുന്നിൽ ഇറങ്ങാൻ ഒറ്റ ബസ് കിട്ടും. മുന്നിലും എൻ്റെ നാട്ടിലും ഇറങ്ങാനായിട്ട് ഒറ്റ ബസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്താണ് പോകുന്നത്.
പോകുന്നതും വരുന്നതും. എനിക്ക് കിട്ടുന്നത് ഒരു ദിവസം 50 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 100 രൂപ വെച്ച് പോകും. അങ്ങനെ ഒരു മാസം പോകുന്ന ഏതാണ്ട് 2500 2500 പ്ലസ്സാണ്. അത് KSRTCയുടെ ഓർഡിനറിയിലെ ചാർജാണ് ഞാൻ പറയുന്നത്. ഫാസ്റ്റ് പാസഞ്ചറിലേക്ക് മാറിക്കഴിഞ്ഞാൽ എനിക്കത് 100 മുതൽ 130 രൂപ വരെയൊക്കെ എൻ്റെ ചാർജ് പോകും. കാരണം കൊല്ലത്ത് വന്നിട്ട് വേണം ചിലപ്പോൾ ചില ദിവസങ്ങളിൽ വരേണ്ടി വരുന്നത്. രണ്ട് ചാർജാണ്. ഫാസ്റ്റിലൊക്കെ ചാർജ് ഭയങ്കര വ്യത്യാസമാണ്, നല്ല ഡിഫറൻസ് ഉണ്ട്. ഒരു ദിവസം അങ്ങനെ നോക്കി എനിക്ക് 3000 രൂപ എൻ്റെ വണ്ടിക്കൂലിക്ക് എനിക്ക് പോകും ഒരു മാസം. അന്നേരം ആ 16 പോയി കഴിഞ്ഞാൽ 13 രൂപയേ കിട്ടുന്നുള്ളൂ. പിന്നെയുള്ള EMI അത് ഇത് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു മാസം ശമ്പളം കിട്ടുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ പിന്നെ ഇല്ല. ഇതുവരെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ, ഇത്രയും ഡെവലപ്ഡ് ആയ ഒരു സ്റ്റേറ്റിൽ മാനവ വിഭവശേഷിയും മറ്റ് കാര്യങ്ങളും എല്ലാം ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അടിസ്ഥാന സൗകര്യമാണ് വികസനം. നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങളാണ് കുറേ കാര്യങ്ങൾ, അടിസ്ഥാനമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളിൽ നമ്മൾ ഇന്നും മികച്ചു നിൽക്കുന്നു, ഒരുപാട് മുന്നിലെത്തിയിട്ടുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷേ സിവിക് സെൻസും ഇന്നും കുറച്ച് കുറവുണ്ട്. പക്ഷേ മറ്റുള്ള സ്റ്റേറ്റുകളെ സിവിക് സെൻസ്, ഈവൻ തമിഴ്നാടും എടുത്ത് നോക്കിയാൽ പോലും അവിടുത്തെ സിവിക് സെൻസിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് ഞാൻ പറയുന്നുള്ളൂ. എല്ലാവരും ഒന്നും ബെറ്റർ ആണെന്ന് പറയുന്നില്ല. കാരണം റോഡരികിൽ വേസ്റ്റ് കൊണ്ടിരുന്നു, അതൊക്കെ ഇന്നത്തെ. അതുപോലെ തന്നെ മറ്റ് ഒരുപാട് പ്രവർത്തികൾ മലയാളികൾ ചെയ്യുന്നുണ്ട്. മലയാളികളും സിവിക് സെൻസിൽ അത്ര വലിയ ഇതായില്ലെങ്കിലും മറ്റ് ഒരുപാട് കുറച്ചധികം മുന്നിട്ട് നിൽക്കുന്ന എല്ലാ രീതിയിലും എന്ന് പറയാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റിൽ നമുക്ക് സംസ്ഥാനം സൗജന്യം കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. എൻ്റെ അഭിപ്രായം ഞാൻ നോക്കിക്കണ്ടാൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഞാൻ പറയുന്നു. ഒന്ന്, ആരോഗ്യ മേഖലയിലും സൗജന്യം, പൂർണ്ണ സൗജന്യം. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും പൂർണ്ണമാക്കുക സൗജന്യം. ഇത് രണ്ടുമാണ് സൗജന്യമാക്കേണ്ടത്. അല്ലാതെ ഇതുപോലുള്ള KSRTCയിലെ യാത്രയും മറിച്ചതും അല്ല സൗജന്യമാക്കേണ്ടത്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടാക്കി നൽകുക, അതിനുള്ള വഴികൾ കണ്ടെത്തി കാണിച്ചു കൊടുക്കുക, അതാണ് വേണ്ടത്. അല്ലാതെ ഇത്തരം ചീപ്പ് ഷോസ് ഇറക്കി വോട്ട് പിടിച്ച് എന്നിട്ട് അവരെ പറ്റിച്ച് അല്ല ഇവിടെ അധികാരത്തിലേറാൻ. ഇപ്പോൾ എൻ്റെയൊക്കെ സ്വപ്നം എന്ന് പറയുന്നത്, എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്. അതിന് വേണ്ടത് മില്യൺ അല്ല, ബില്യൺ ഓഫ് റുപ്പീസാണ്. ബില്യൺസ് എന്ന് വെച്ചാൽ 100 കോടി. ഒരു ബില്യൺ എന്ന് പറയുമ്പോൾ 100 കോടി. ബില്യൺസ് എന്ന് പറയുമ്പോൾ അതിനപ്പുറം വരുന്നുണ്ട്. കാരണം അത്രത്തോളം വലിയൊരു ഡ്രീമാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം, എൻ്റെ അൾട്ടിമേറ്റാണത്. അത് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. പക്ഷെ അതിനുള്ള പണം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ പോലും ഈ കേരളത്തിൽ നിന്നോ, പക്ഷെ എനിക്ക് ഈ നാട് വിട്ട് ഒരിക്കലും ഞാൻ പോകില്ല. കാരണം എൻ്റെ അധ്വാനം കൊണ്ട് ഈ നാടിനായിരിക്കണം എനിക്ക് ഒരു പ്രയോജനം ഉണ്ടാവേണ്ടത്. അല്ലാതെ കണ്ട അമേരിക്കയിലോ കണ്ട ദുബായിലോ കൊണ്ടുപോയി എൻ്റെ ചോരയും നീരയും ബാക്കി അവിടെ വികസിപ്പിച്ചിട്ടല്ല എനിക്ക് നേടേണ്ടത്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നേട്ടം ഉണ്ടാവേണ്ടത് ഇവിടെയാണ്, എൻ്റെ മണ്ണിലാണ്. അതുകൊണ്ടാണ് എൻ്റെ നാടിൻ്റെ പേര് ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ ചേർത്തിരിക്കുന്നത്. സോ സ്ത്രീകളെ, നിങ്ങളോടാണ്, ഇത് കാണുന്ന സ്ത്രീകളോട് നിങ്ങൾ തന്നെ എതിർക്കുക, വേണ്ടെന്ന് വയ്ക്കുക, വേണ്ടെന്ന് വെപ്പിക്കുക. ഞാൻ ഇന്നലെ എൻ്റെ അമ്മയും പെങ്ങളുമായിട്ടൊരു യാത്ര പോയപ്പോൾ, കൊട്ടാരക്കര വരെ പോയപ്പോൾ, ഒരു KSRTCയിലെ ഓർഡിനറിയിൽ നമ്മുടെ ഒരാൾക്ക് അത് ഇപ്പം സൗജന്യ യാത്ര വേണ്ട എന്ന് താല്പര്യപ്പെടുന്ന ഒരാൾക്ക്, അതിന് പോലും അത് വേണ്ട എന്ന് പറയാൻ പോലും അനുവാദമില്ലെന്ന് KSRTC ജീവനക്കാർ പറയുന്നു. എന്തേ അത് അനുവദിക്കുന്നില്ലേ? ഓർഡിനറി ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ, കാശ് കൊടുത്ത് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കാശ് കൊടുക്കാൻ കഴിയട്ടെ, അവർക്ക് ടിക്കറ്റ് എടുക്കാൻ ഇത് അനുവദിക്കാം, അവർക്ക് ടിക്കറ്റ് കൊടുക്കണം. അല്ലാതെ പൂർണ്ണമായി അങ്ങ് സൗജന്യമാക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. KSRTC ഒരു നല്ലൊരു മേഖലയാണ്, ഇത് തകർന്നു പോകും. അല്ലെങ്കിൽ ഈ 100 ദിവസം എന്ന് പറയുന്നത് 3 മാസത്തിലധികമാണ്. 100 ദിവസത്തിൽ ഞാൻ പറയുന്നത് 10 ദിവസം പോലും എടുക്കത്തില്ല ഇത് തീരെ തകർന്നു പോകാൻ. 10 ദിവസം
ഇന്നലത്തെ 13 ലക്ഷം പേര് കയറിയെന്ന്, 13 ലക്ഷം വനിതകൾ കയറിയെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു മാധ്യമങ്ങളും ഇന്നലത്തെ വരുമാനം, കെ എസ് ആർ ടി സിയുടെ വരുമാനം പറഞ്ഞിട്ടില്ല. ടിക്കറ്റിലൂടെ കിട്ടിയ വരുമാനം. ഒരു വണ്ടി, ഒരു ഡിപ്പോയിലോ ഏതെങ്കിലും ഒരു ഡിപ്പോ പോലും പറഞ്ഞിട്ടില്ല. ഒരു ന്യൂസ് ചാനലിലോ ഒരിടത്തും ഞാനത് കേട്ടിട്ടില്ല. പിന്നെ എന്തൊക്കെയായിരുന്നു, ആകെ ഒരാളെങ്ങാണ്ടാണ്, കൊച്ചി സ്വദേശി ഒരു വ്യക്തിയാണ് ഒരു പൊതു താല്പര്യ ഹർജി കൊടുത്തത്. ഇതൊരു വിവേചനരഹിതമാണെന്ന്, വിവേചനാത്മകമാണെന്ന് വെച്ചാൽ വർഗ വിവേചനമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം അവിടെ. അന്നേരം പിന്നെ പുരുഷന്മാർക്ക് അവിടെ സ്ഥാനമില്ല. ഓർഡിനറി ബസ്സിൽ പിന്നെ കയറാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊക്കെ തിരുവനന്തപുരത്ത് പോയിട്ട് വരുന്നു, ബസ്സിൽ കയറുക, ഓർഡിനറി അവിടെ ഫാസ്റ്റാണ്, അപ്പോൾ അവിടെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു ഓർഡിനറി എനിക്ക് കിട്ടി കഷ്ടകാലത്തിന്. ഞാനന്നേരം അതിൽ കയറുന്നു, കുറച്ച് ഫെയർ കൂടാതിരിക്കാൻ. പക്ഷെ അതിനകത്ത് എനിക്ക് സീറ്റ് കിട്ടണ്ടേ, അതെന്ത് കഷ്ടമാണ്. അത്തരം ഇപ്പം 13 ലക്ഷം കയറി. ഇപ്പം വിനോദസഞ്ചാര മേഖലയിലേക്ക് പോകുന്നവർക്ക് വിനോദസഞ്ചാര മേഖല വഴി വരുമാനം കിട്ടുമായിരിക്കും. പക്ഷേ KSRTC അവിടെ വരുമാനം കുറയും. ഇവിടെ അത് മുതലെടുക്കും. ഈ സൗകര്യത്തെ മുതലെടുത്ത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാ ജില്ലകളിലെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ഇപ്പോൾ കൊല്ലം ജില്ലയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മൺട്രോത്തുരുത്ത്, പിന്നെ നമ്മുടെ തെന്മല എന്നീ സ്ഥലങ്ങളിലേക്ക് ഓരോ ഡിപ്പോകളിൽ നിന്നും സർവീസുകളുണ്ട്. ആ സർവീസിലൂടെ അവർ ഓർഡിനറി സർവീസുകളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് പൊന്മുടിയിലേക്ക് സർവീസുണ്ട്. ആ സർവീസ് മിസ്യൂസ് ചെയ്യപ്പെടില്ല. സർവീസ് മിസ്യൂസ് ചെയ്യില്ലേ? എത്ര പേരത് നല്ലോണം മിസ്യൂസ് ചെയ്യും. സ്വന്തമായി വാഹനമുള്ളവർ പോകത്തില്ല. അത് പോകാതെ ഇതിൽ വന്ന് മാക്സിമം ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക, അത് വലിയൊരു ക്രൈമാണ്. ഐ ഫീൽ ഇറ്റ്സ് എ ക്രൈം. നാണമില്ലാത്ത പ്രവൃത്തി. നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടും. അവരെന്തൊക്കെയോ വാഗ്ദാനങ്ങൾ, പ്രായോഗികമല്ലാത്തൊരു കുറേ വാഗ്ദാനങ്ങൾ പറഞ്ഞു. അതൊന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നാണക്കേടാ. അപ്പം വീഴുമെന്ന് ഉറപ്പുള്ളൊരു സർക്കാരാണ്. അല്ലെങ്കിൽ നാട്ടുകാർ ഇറക്കി വിടുമെന്ന് ഉറപ്പായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തല്ലേ പറ്റൂ. ഗിമ്മിക്സ് കാണിച്ചു വെച്ച് നിന്നല്ലേ പറ്റൂ. ഒരു വർഷം ഇപ്പോൾ ഗിമ്മിക്സ് കാണിച്ചിരിക്കുക, ബാക്കി 3 വർഷം ഉണ്ടായിരിക്കുക, അവസാനത്തെ 1 വർഷം. എല്ലാ സർക്കാരുകളും ഇവിടെ ചെയ്യുന്ന കാര്യം ഇത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് അഴിമതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പിടിക്കപ്പെടുന്ന സ്ഥലത്താണ് അഴിമതി ഉണ്ടാകുന്നത്. കൂടുതലും അഴിമതി ഉണ്ടാകുന്നുണ്ട്, പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത്യാവശ്യം വേണ്ടതൊക്കെ നന്നായിട്ട് കിട്ടി. നമുക്ക് വികസനം ഉണ്ടായിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്നുകൊണ്ട് മാത്രമല്ല ഞാൻ നോക്കിക്കണ്ട കാഴ്ച. അത് ഈ കഴിഞ്ഞ വർഷം 2005 മുതൽ ഇങ്ങോട്ട് ഞാൻ നോക്കിയ കേരളത്തിലെ വികസനവൽക്കരണത്തിൽ നമ്മുടെ ആകെ ഈ പാളിപ്പോയൊരു കാര്യം, എൻ്റെ ഏറ്റവും വലിയ പാളിച്ച ഉണ്ടായത് നമ്മുടെ നാഷണൽ ഹൈവേക്ക് വികസനം. പക്ഷേ അത് ഒരു സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന് നല്ല രീതിയിൽ എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കാൻ അവർക്കൊരു ഇതുണ്ട്, പവറുണ്ടായിരുന്നു. പക്ഷെ അവരത് ഉപയോഗിച്ചില്ല. പവർ ഉപയോഗിക്കാതെ അത് എങ്ങനെയൊക്കെയോ കാണിച്ചു കൂട്ടി, എങ്ങനെയൊക്കെയോ ആ ഒരു പ്രോജക്റ്റ് അങ്ങ് പ്രോജക്റ്റ് അങ്ങ് തട്ടിക്കൂട്ടി നടക്കുന്നു. ഇപ്പം കേരളത്തിലിപ്പം വൻമതിലുകളിലൂടെ ഒരു മതിൽ, ചൈന വൻമതിൽ പോലെ അങ്ങ് നിർമ്മിച്ചു വെച്ചേക്കാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ അങ്ങ് നീണ്ടു കിടക്കുക. പ്രത്യേകിച്ച് അതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ളത് കൊല്ലം ജില്ലയാണ് ഞാൻ പറയും. കാരണം ഒരിടത്താകെ കരുനാഗപ്പള്ളി ഒഴിച്ച് ഒരിടത്ത് പോലും എലിവേറ്റഡ് ഹൈവേ ആവശ്യമായ ഒരിടത്ത് പോലും അത് പണിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് ബൈപ്പാസുകൾ തുടങ്ങേണ്ടതും അവസാനിപ്പിക്കേണ്ടിടത്തൊക്കെ മതിലാണ് കെട്ടിവെച്ചേക്കുന്നത്. പ്രധാനപ്പെട്ട എക്കണോമിക് ഹബ്ബുകളായ കൊട്ടിയവും അങ്ങനെയുള്ള കൊട്ടിയം, ചാത്തന്നൂർ, പാരിപ്പള്ളിയൊക്കെ സ്ഥലങ്ങളിലൊക്കെ എന്ത് കാണിച്ചു വെച്ചേക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഒരിക്കലും ഇതിൻ്റെ എൻജിനീയേഴ്സ് പലയിടത്തും ഇപ്പോഴും അത് എപ്പോൾ വേണമെങ്കിലും താറുമാറാവാം, തറയിൽ വീഴാം എന്ന രീതിയിലേക്ക്, ഊപ്പ് കുത്താവുന്ന അവസ്ഥയിലേക്ക്
പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥ കാണാൻ തുടങ്ങിയിരിക്കുന്നു. മഴ നല്ല രീതിയിലേക്ക് കനത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ആ സർവീസ് റോഡിലൂടെ പോകുന്നവരുടെ അവസ്ഥയും റോഡിൻ്റെ മണ്ടയിലൂടെ പോകുന്നവരുടെ അവസ്ഥയും ഒരിക്കലും പ്രവചിക്കാൻ കഴിയത്തില്ല. അത് അവിടുത്തെ മറ്റൊരു കാര്യം. ഞാൻ പറഞ്ഞ എന്തായാലും ഞാൻ ഇതിനകത്ത് മെയിൻലി വന്നത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരു കാര്യത്തിലേക്കൊക്കെ എഴുതി വീഴും എന്ന രീതിയാണ് എൻ്റെ സംസാരം. പക്ഷേ ഞാൻ മെയിൻലി പറഞ്ഞു വന്നത് സർക്കാർ പിന്തിരിയണം. ഈ പറഞ്ഞ നിലവിലെ പറഞ്ഞ ഈ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര പ്രിയദർശിനി എന്ന് പേരിട്ടിരിക്കുന്ന ഇവരുടെ ഈ പദ്ധതി ക്യാൻസലാക്കണം, അല്ലെങ്കിൽ കോടതി ഇടപെടണം. ഇന്നലെ ഹർജി കൊടുത്ത അയാളുടെ ന്യൂസിന് താഴെ വന്ന കമൻസ് കണ്ടു കഴിഞ്ഞാൽ അയാളെ തെറി വിളിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ടിരിക്കുന്നത് പുരുഷന്മാരാണ്. കഷ്ടമാണ്, അപലപനീയം. നീയൊക്കെ മനസ്സിലാക്കുക, ചിന്തിക്ക്. അത് സ്വന്തമായി കാറും മറ്റും വെഹിക്കിളും ഉള്ളവനൊക്കെ ഒരു കുഴപ്പമില്ലായിരിക്കും. സ്ത്രീകളങ്ങ് എപ്പോഴും അബലകളാണെന്ന് പറയുന്നത് എന്നോട് എനിക്കൊരിക്കലും യോജിപ്പില്ല. നമ്മളതിനെ അങ്ങനെ ആക്ഷേപിച്ച് തറയെ താഴ്ത്തി വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. ഒരിക്കലും സ്ത്രീകൾ അബലകളല്ല, അവർക്കും തുല്യ ശക്തിയുണ്ട്. ഈ ലോകത്തൊരിക്കലും ഞാൻ പണ്ടും എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു വഴകിയ സംഭവമാണ്, ജന്മം നൽകാനുള്ള കഴിവ് സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ. അതായത് പുരുഷൻ്റെ പങ്കാളിത്തം ഉണ്ടാവണം, പക്ഷേ അതായത് ഇപ്പോൾ 9 മാസം ക്യാരി ചെയ്ത് ഒരു ജീവനെ ക്യാരി ചെയ്യാനുള്ള കഴിവ് അടുത്തൊരു തലമുറ നൽകാൻ സ്ത്രീകൾ അത്യാവശ്യമാണ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ അത്യാവശ്യമാണ്. പക്ഷേ ആ ഒരു 9 മാസത്തെ ക്യാരിയിങ് പീരീഡ് കൊണ്ട് നടക്കാൻ സ്ത്രീകളില്ലെങ്കിൽ കഴിയില്ല. അത്രയും മഹത്വമായ, അതുപോലെ അത് ഒരു കുഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വേദന, അവർ സഹിക്കുന്ന വേദന ലോകത്തിലെ ഏറ്റവും വലിയ വേദനയാണത്. അപ്പം ഈ സ്ത്രീകൾ തന്നെ സ്വയം തരം താഴ്ന്നു പോവുകയാണ്. അതായത് അവർക്ക് ഇക്വാളിറ്റി വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് പറയുകയാണ് അവർക്ക് ഇക്വാളിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ എല്ലായിടത്തും വേണമെന്ന് പറഞ്ഞ അവസാനം അവർക്കൊന്നും കിട്ടുന്നില്ല. അവർ ഒരു തരത്തിൽ അവരെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണോ അത് നിങ്ങൾ കണ്ടെത്തുക, സ്വയം കണ്ടെത്തിയ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. എല്ലാ വനിതകൾക്കും ഐ റെസ്പെക്ട് വുമൻസ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നവരാണ്. എനിക്കൊരുപാട് സുഹൃത്തുക്കളുള്ളത്, എൻ്റെ സുഹൃത്തുക്കളിൽ കൂടുതലും വനിതകളുണ്ട്. ഒരുപാട് പേര് വനിതകളെന്നോ സ്ത്രീ എന്ന പുരുഷനെന്നോ എനിക്ക് സൗഹൃദത്തിൽ ഇല്ല. ഒരാളുടെ രാഷ്ട്രീയം എനിക്ക് സൗഹൃദത്തിൽ വരില്ല. അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ ഞാൻ പറയുകയാണ്, ഈ സൗജന്യം കൊണ്ടുവിടേണ്ട രണ്ട് മേഖലകളാണ് നമ്മുടെ സംസ്ഥാനത്ത്: വിദ്യാഭ്യാസം, ആരോഗ്യം, പിന്നെ തൊഴിൽ, വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കാൻ ഉള്ള വഴികൾ സർക്കാർ കൊണ്ടുപോകും. അല്ലാതെ ഇത്തരം ഗിമ്മക്സ് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. വരുമാന മാർഗം ഉണ്ടാക്കാനുള്ള വഴി കാണിക്കുക, എന്നിട്ട് സംസാരിക്കുക. വെല്ലുവിളിക്കുന്നു ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയായ VD സതീശനെ ഞാൻ വെല്ലുവിളിക്കുന്നു. അദ്ദേഹത്തിനെ സാർന്ന് വിളിക്കുന്നില്ല ഇപ്പം ഞാൻ. 5 വർഷം കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ന് വിളിക്കുന്നെങ്കിലും അയാളുടെ ഭരണകാലാവധി കഴിയട്ടെ, 5 വർഷം കഴിയട്ടെ, എന്നിട്ട് ഞാൻ പറയാം അയാൾക്ക് സാറിന് വിളിക്കണമെന്ന്. കാരണം ഞാനൊരു കൊല്ലംകാരനാണ്.